ഈസി കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്നൊരു ഗോതമ്പ് ബണ്ണ് തയ്യാറാക്കിയെടുക്കാം. ബണ്ണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ചെറു ചൂടുവെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായി മിക്സാക്കി ഒരു 3-4 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട്. ഒരല്പം വലിയ പാത്രത്തിൽ തന്നെ ഈസ്റ്റ് കലക്കി വെക്കുക കേട്ടോ, അതല്ലെങ്കിൽ പൊങ്ങി പുറത്ത് പോകും. ഇനി നമുക്ക് 1 കപ്പ് ആട്ടപ്പൊടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കിയെടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു ഈസ്റ്റിൻ്റെ മിക്സ് കൊണ്ട് ഇതിനൊന്ന് കുറച്ച് ഒഴിച്ചിട്ട് മിക്സാക്കി കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു 1/4 കപ്പ് വെള്ളം കൊണ്ട് മാത്രം നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റില്ല. ഒരു 3-4 ടേബിൾ ടീസ്പൂൺ വെള്ളം കൂടെ ചേർക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് മാത്രം മതിയാവും. അപ്പോൾ ഞാനിവിടെ ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കോഴിമുട്ട താല്പര്യമില്ലാത്തവർക്ക് പകരം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് കുഴച്ച് ശേഷം നമുക്കൊരു അല്പം ഓയിലും കൂടെ തടവിയിട്ട് ഇതിനെ നമുക്കൊരു അരമണിക്കൂർ സമയത്തിന് മൂടി വെക്കാം. അപ്പോൾ സാധാരണ നമുക്ക് 1 മണിക്കൂർ വരെ വെക്കാം. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ചൂട് അനുസരിച്ചിട്ട് അരമണിക്കൂർ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ മാവ് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ബാക്കി അരമണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. കൈ വെച്ചിട്ട് പൊടിച്ചെടുത്താലും മതി. ഒരു ബൗളിലേക്ക് ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത്, ചെറിയ തക്കാളി ചെറുതായി മുറിച്ചത്, ഒരു ചെറിയ കഷ്ണം കാബേജ്, 2 ടീസ്പൂൺ മല്ലിയില, ഒരു നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കാം. കൂടെ ഒരു ഫ്ലേവറിന് ഞാനിവിടെ 1/2 ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പകരം കസൂരി മെത്തിയോ അങ്ങനെ മറ്റെന്തെങ്കിലും ഒന്ന് ഒരു ഫ്ലേവറിന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സാക്കി മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവ് നന്നായി പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് മാവ് നന്നായി പൊങ്ങി കിട്ടും. അപ്പോൾ അതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി നമ്മുടെ ഈ മാവ് നമുക്ക് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. അപ്പോൾ അധിക സമയമൊന്നും കുഴച്ചെടുക്കേണ്ട. ഒന്ന് ഈ പതഞ്ഞ് പൊങ്ങിയതൊക്കെ ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുത്താൽ മതി. എന്നിട്ട് 4 ബൗളാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഓരോ പീസും ഇതേപോലെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് അങ്ങനെ പരത്തിയെടുക്കണമെങ്കിലും ചെയ്താലും മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഫില്ലിങ് ഉള്ളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റോൾ ഷേപ്പിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അതിന് ഒരു കാരണം കൂടെ ഉണ്ട്. അതും ഞാൻ പിസയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അത് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുത്തെങ്കിലല്ലേ സാധനം തീരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഫില്ലിങ്ങിൽ നന്നായി അരിപ്പ പോലെ ഓരോ സമയം കഴിയുന്തോറും ചീസും കൂടെ ചേർത്ത് കൊടുക്കാനുള്ള ഒരു സമയം. നമുക്കിതൊരു ബണ്ണിൻ്റെ ഷേപ്പിൽ ആക്കിയെടുത്താൽ മതിയായിരുന്നു തന്നെ. പക്ഷെ ഞാൻ ചിക്കൻ റോളിൻ്റെ ഷേപ്പിൽ ആക്കണം എന്നൊരു മനസ്സിൽ ആഗ്രഹം കൊണ്ട് ഇതിനെ റോൾ ചെയ്യാം എന്ന് വിചാരിച്ചു. ഒരല്പം പക്ഷെ മൈദ ആണെങ്കിൽ സുഖമായിട്ട് ഇത് റോൾ ചെയ്തെടുക്കാം. പക്ഷെ ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഇത് നന്നായി പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അല്ല അരിപ്പ പോലെ ഓരോ സമയം കഴിയും തോറും ഇത് വീണ്ടും ഇങ്ങനെ ചെറുതായിട്ടൊരു ആ ഒരു മാവ് നമുക്ക് കുഴച്ചെടുത്താലും ആ പൊങ്ങലും സോഫ്റ്റും ഒക്കെ കൂടെ ആകുമ്പോൾ ഇത് പൊട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഒരുവിധം ഇതിനെ റോൾ ചെയ്തിട്ട് പിന്നീടാണ് ആലോചിച്ചത് ഇത് ബണ്ണിന്റെ ഷേപ്പിൽ 4 ബണ്ണ് കണക്കിൽ ഞാൻ 1 കപ്പ് മൈദ വെച്ചിട്ട് എന്തായാലും ഇതിൻ്റെ എല്ലാ റോള് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ റോളിൻ്റെ ഷേപ്പിന് ചെറിയ വ്യത്യാസമുണ്ട്. ആരും എന്നെ കളിയാക്കരുത് കേട്ടോ. റസ്ക് പൊടിയിൽ ഇതിനൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ 4 റസ്ക് പൊടിയിൽ കവർ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. മുങ്ങിക്കെടുക്കാനുള്ള എണ്ണയും വേണ്ട. ഇനി നന്നായി ചൂടായി വന്ന ഓയിലിലേക്ക് നമ്മുടെ ഓരോ റോളും ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് കളറായാൽ നമുക്ക് വറുത്ത് കോരാം. ഈ രീതിയിൽ നമ്മുടെ 4 ബണ്ണും നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് സംശയം എനിക്കിത് ഉണ്ടായിരുന്നു. ഗോതമ്പ് പൊടി വെച്ചിട്ട് ആദ്യമായിട്ട് ചെയ്യണ കാരണം എണ്ണ കുടിക്കുമോ, നമ്മുടെ മാവ് കുഴച്ചാൽ എത്രത്തോളം പൊങ്ങി കിട്ടും, കുഴക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ ഇതിലൊരു
സംഭവം എന്ന് വെച്ചാൽ നന്നായി പൊങ്ങി കിട്ടിയിട്ട് അരിപ്പ പോലത്തെ ഒരു അത്രയും സോഫ്റ്റിൽ നമുക്ക് നമ്മുടെ മാവായി കിട്ടുകയാണ് ചെയ്തത് കേട്ടോ. ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. അതിന് 4 ബണ്ണും 5 ബണ്ണും നമ്മളിത് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണ കുടിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം എന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. പിന്നെ ഫില്ലിങ് ഞാൻ പറഞ്ഞ പോലെ ഒത്ത സെൻറ്ററിലായില്ല, അത് ചെറിയൊരു മിസ്റ്റേക്കാണ്. അതൊരു ബണ്ണ് ഷേപ്പിൽ ആക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോയുമായി വരാം.